ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഇന്ന് കുറച്ച് സർവീസ് ബിസിനസ്സുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 10 സർവീസ് ബിസിനസ്സുകളെ കുറിച്ച്. വെറുതെ സർവീസ് ബിസിനസ്സുകൾ പറയല്ല കേട്ടോ, നമ്മുടെ മാർക്കറ്റ് സൈസ് ഇൻക്രീസ് ചെയ്ത് വരുന്ന 10 സർവീസ് ബിസിനസ്സുകളെ കുറിച്ച്. അപ്പോൾ സർവീസ് ബിസിനസ്സുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് ശരിക്കും വളരെ പീപ്പിൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിസിനസ്സുകളാണ്. നമ്മുടെ ചില ടാലൻറ്റോ സ്കില്ലോ ഒക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബിസിനസ്സുകളാണ്. മാത്രമല്ല, വലിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് എൻ്റർ ചെയ്യാനും പറ്റും. ചിലത് സീറോ ഇൻവെസ്റ്റ്മെൻറ്റിൽ വേറെ ഇറങ്ങാൻ പറ്റുന്ന ബിസിനസ്സുകളുണ്ട്. സോ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള 10 സർവീസ് ബിസിനസ്സുകൾ. ആദ്യത്തെ ബിസിനസ് ഗാർഡനിങ് ബിസിനസ്സാണ്. ഗാർഡനിങ്ങോ? അതെ, ഗാർഡനിങ് തന്നെ. അതായത് പണ്ട് കാലത്തൊക്കെ നമ്മളുടെ വീട്ടിലേക്ക് ഗാർഡന് വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുത്തിരുന്നില്ല. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മളൊരു നല്ല വീട് വയ്ക്കുന്ന സമയത്ത് ആ വീടിൻ്റെ ഭാഗം തന്നെയാണ് ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രൊഫഷണലായിട്ട് ഗാർഡനിങ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ടീമിന് വലിയ സാധ്യതയുണ്ട്. പലപ്പോഴും ചെടികൾ, പ്ലാന്റ്സ് ഒക്കെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യാനും അതിനെ ക്രമീകരിക്കാനും ഒക്കെ പറ്റുന്ന ആളുകൾക്ക്, അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന സർവീസ് കൊടുക്കുന്ന ആളുകൾക്ക് വലിയ സാധ്യതയാണുള്ളത്. കാരണം പല വീടുകളും ചിലപ്പോൾ കുറേ കാലങ്ങളോളം അടച്ചു കിടക്കേണ്ടി വരും. ചില ആളുകൾക്ക് ഇത് സംരക്ഷിക്കാനുള്ള സമയമോ സംവിധാനമോ ഒന്നും ഉണ്ടാവില്ല. അപ്പം ഗാർഡൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന സർവീസുകൾ കൊടുക്കുന്ന കമ്പനികൾക്ക് ഇനി മാർക്കറ്റ് കൂടുകയാണ്. അതിൻ്റെ മാർക്കറ്റ് ഷെയർ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ മാർക്കറ്റിൻ്റെ സാധ്യതകൾ വളരെയധികം ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ള റിപ്പോർട്ടാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗാർഡനുകൾ ഉണ്ടാക്കുന്നതിനും ആ ഗാർഡനുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനുമുള്ള സർവീസുകൾ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ഗാർഡനിങ് ഒരു റിക്കറിങ് ഇൻകം മോഡലായിട്ട് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം. രണ്ടാമത്തെ സർവീസ് എന്ന് പറയുന്നത് ഇതിനോട് ടച്ച് ചെയ്ത് നിൽക്കുന്ന ഒരു സർവീസ് തന്നെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ലാൻഡ്സ്കേപ്പിംഗ് സർവീസാണ്. പക്ഷേ ഗാർഡനിങ്ങിനേക്കാൾ സാധ്യതകളുള്ള വലിയ പ്രൊജക്റ്റുകൾ അടക്കം ചെയ്യാൻ പറ്റുന്ന സർവീസാണ് ലാൻഡ്സ്കേപ്പിംഗ്. കാരണം പലപ്പോഴും വലിയ പ്രൊജക്റ്റുകൾ ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ ലാൻഡ്സ്കേപ്പ് വളരെ ഇമ്പോർട്ടൻ്റാണ്. അതായത് ചിലപ്പം ചില ടെറൈനുകൾ, വലിയ കുന്നുകളുണ്ടാവാം, പാറകളുണ്ടാവാം, ചില ആർട്ടിഫിഷ്യൽ റിവേഴ്സ് ഉണ്ടാവാം. ഇത്തരത്തിലൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അപ്പാർട്ട്മെൻറ്റ്സൊക്കെ ഫോം ചെയ്യുന്ന സമയത്ത് വളരെ സർവ്വസാധാരണമാണ്. കുറച്ച് അത്യാവശ്യം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള വീടുകൾക്കടക്കം ഈ ലാൻഡ്സ്കേപ്പിംഗ് വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ ലാൻഡ്സ്കേപ്പിംഗ് ഒരു പോസിറ്റീവ് എനർജി ഫ്ലോ പോലും ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമാക്കുമെന്നാണ് പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ലാൻഡ്സ്കേപ്പിംഗ് വളരെ ചെറിയ രീതിയിൽ മാത്രമേ കേരളത്തിലെ പ്രൊജക്റ്റുകളിൽ ലാൻഡ്സ്കേപ്പിംഗ് കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇതാ ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റ് അതിശക്തമായി കുതിച്ചു വരുന്നു. അതായത് പുതിയ രീതിയിൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയാസൊക്കെ വരുന്ന സമയത്ത് വളരെ പ്ലാൻഡ് ആയിട്ടാണ് ഈ ലാൻഡ്സ്കേപ്പിംഗ് വർക്കൗട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ലാൻഡ്സ്കേപ്പിങ്ങിൽ ഒരു സ്കില്ലുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാനുള്ള ഒരു സ്കില്ലൊക്കെ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. ഡെഫിനറ്റ്ലി ലാൻഡ്സ്കേപ്പിംഗ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇവോൾവ് ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഓപ്പർച്യൂണിറ്റി പല ആൾക്കാരും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഓൾറെഡി. കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സാണ് ലോണ്ട്രി ആൻഡ് അയണിങ് ബിസിനസ്സാണ്. കാരണം നമുക്കിത് കഴുകാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കുന്നു. അതുപോലെ വാഷിംഗ് മെഷീനൊക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടെങ്കിൽ പോലും ഈവൺ അതിനകത്തിട്ട് കഴുകുമ്പോൾ പോലും നമുക്കൊരു തൃപ്തി കിട്ടാത്ത അവസ്ഥയൊക്കെയുണ്ട്. മാത്രമല്ല, ഒരു ഫ്ലോട്ടിംഗ് പോപ്പുലേഷനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ലോണ്ട്രി എന്ന് പറയുന്നത് ഔട്ട്സോഴ്സ് ചെയ്യാതെ പിക്കപ്പ് ചെയ്യാനും കറക്റ്റായിട്ട് ഡെലിവറി ചെയ്യാനും ഒക്കെ സംവിധാനം ഉണ്ടെങ്കിൽ, അതും അതിന് നമുക്ക് ഡിജിറ്റലി കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, ഒരു ആപ്പൊക്കെ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ സാധ്യതകളാണ് ഈ ബിസിനസ്സിനകത്തുള്ളത്. അപ്പം നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വേണമെങ്കിൽ കളക്ട് ചെയ്യാം. എല്ലായിടത്തും ഈ മെഷീനറിയും ലോണ്ട്രി, ഈ വാഷിംഗ് മെഷീനും ഒക്കെ വേണം നിർബന്ധമൊന്നുമില്ല. കളക്ഷൻ പോയിൻ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വർക്കൗട്ട് ചെയ്യാം. ഫ്രാഞ്ചൈസി കോൺസെപ്റ്റിലേക്ക് ആകാം. അത് വെറുതെ കളക്ഷൻ മാത്രം എടുക്കുന്ന ഏജൻറ്റുമാരാവാം. ഇങ്ങനെയൊക്കെ പലതരത്തിൽ ഇതിനകത്ത് ആളുകളെ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ട് ഈ ബിസിനസ് വലുതാക്കി എടുക്കാം. മാത്രമല്ല, അത്യാവശ്യം മാർജിൻ കിട്ടുന്നൊരു ബിസിനസ് കൂടിയാണ് ഈ ലോണ്ട്രി ബിസിനസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ മാർക്കറ്റ് ഷെയർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയും വലുതായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. പല ആളുകളും ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട്. നല്ല കോമ്പറ്റീഷൻ ഉള്ളൊരു ഫീൽഡാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് മാത്രമേ ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങുക. നല്ല കോമ്പറ്റീഷൻ ഉള്ളതുകൊണ്ട് തന്നെ പ്രൈസിൻ്റെ കാര്യത്തിലും മാർജിൻ്റെ കാര്യത്തിലും ഒക്കെ ഇപ്പോൾ ഒരല്പം കുറവ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. അപ്പോൾ സൂക്ഷിച്ചിറങ്ങിയാൽ തീർച്ചയായിട്ടും വിജയം കൈവരിക്കാവുന്ന ഒരു മേഖല തന്നെയാണ് ലോണ്ട്രി ആൻഡ് പ്രസ്സിങ് അല്ലെങ്കിൽ അയണിങ് ഫീൽഡ് എന്ന് പറയുന്നത്. അടുത്ത ഒരു സാധ്യത, നാലാമത്തെ സർവീസ് ബിസിനസ്സാണ് ഇമേജ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻ്റാണ്. വളരെ കുറച്ച് ഇമേജ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് കേരളത്തിലുള്ളൂ എന്നുള്ളതാണ് സത്യം. കുറേ ആൾക്കാർ ക്ലെയിം ചെയ്യുന്നുണ്ടെങ്കിലും നല്ല വൃത്തിയിൽ ഈ പണി ചെയ്യാൻ അറിയാവുന്ന ആൾക്കാർ കുറവാണ്. ഇമേജ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പക്ഷേ നിങ്ങൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ചില പൊളിറ്റീഷ്യൻസിനെയോ അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസ്, സെലിബ്രിറ്റീസിനെയൊക്കെ അൾട്ടിമേറ്റ്ലി അവരെ കറക്റ്റായിട്ടൊന്ന് പൊസിഷൻ ചെയ്യാനും, അവരെ എന്ത് സംസാരിക്കണമെന്ന്, എവിടെ എന്ത് സംസാരിക്കണമെന്ന് തീരുമാനിക്കാനും, മീഡിയയിലൊക്കെ അപ്പിയർ ചെയ്യുന്ന സമയത്ത് എങ്ങനെ അവരെ പൊസിഷൻ ചെയ്യണം എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി സഹായിക്കുന്ന കൺസൾട്ടൻസാണ് ഈ ഇമേജ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ്. അവരുടെ സംസാര രീതി, അവരിയ്ക്കുന്ന രീതി, അവരുടെ ബോഡി ലാംഗ്വേജ്,
ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ ഒരു ഇമേജ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റിന് സാധിക്കണം. അതിൻ്റെ ഒപ്പം തന്നെ അവരെക്കുറിച്ച് വരുന്ന വാർത്തകൾ ഫിൽട്ടർ ചെയ്യുക, അങ്ങനെ 360 ഡിഗ്രിയിൽ അവരുടെ ഇമേജിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഇമേജ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻറ്റിന് സാധ്യതയുണ്ട്. അതിന് കാരണം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയൊക്കെ വളരെ സ്ട്രോങ് ആയതോടുകൂടി പല ആളുകൾക്കും ആർട്ടിഫിഷ്യലായിട്ടും ഒക്കെ ഇമേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ആവശ്യമായി വന്നിരിക്കുന്നു. അതിന് വലിയ സാധ്യതയാണ്. അപ്പം കുറച്ച് ഒരു ഇൻ്റലക്ച്വൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ബ്രെയിനൊക്കെ ഉള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും പറ്റുന്നൊരു പരിപാടിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ട്രൈ ആവുന്നതാണ്. ഇമേജ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസ് ആവശ്യം കൂടി വരുന്നു. അഞ്ചാമത്തെ ഒരു സാധ്യത സോഷ്യൽ മീഡിയ മാനേജേഴ്സിനാണ്. സെലിബ്രിറ്റീസ്, ഈവൻ സെലിബ്രിറ്റീസിനല്ല, അത്യാവശ്യം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലും അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഡീൽ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ എത്ര സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ് നമുക്കുള്ളത്. വാട്സപ്പ് സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ക്ലബ് ഹൗസ് വന്നിരിക്കുന്നു, പല ആൾക്കാരും ട്വിറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതല്ലാതെ വേറെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ പ്ലാറ്റ്ഫോമുകളെല്ലാം ഒരുമിച്ച്, ലിങ്ക്ഡിൻ പോലുള്ള പ്ലാറ്റ്ഫോമുകളുണ്ട്, ഇതെല്ലാം കൂടി ഒരുമിച്ച് മാനേജ് ചെയ്യാൻ വേണ്ടി ഒരാൾ തുനിഞ്ഞിറങ്ങിയാൽ ഒരു ദിവസം അതിനുവേണ്ടി മാത്രം മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ വേറൊരു പരിപാടിയും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്കിത് കറക്റ്റായി കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ഒരു സംശയവും വേണ്ട, നമ്മുടെ സോഷ്യൽ മീഡിയ മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളുടെ ഹെൽപ്പില്ലാതെ, സപ്പോർട്ടില്ലാതെ പറ്റില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ അത്തരത്തിലുള്ളൊരു പ്രൊഫഷണലാണെങ്കിൽ, അതായത് സോഷ്യൽ മീഡിയയൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യേണ്ട ഒരു പ്രൊഫഷണലാണെങ്കിൽ സോഷ്യൽ മീഡിയ മാനേജർ അവിടെ ആവശ്യമുണ്ട്. ഒപ്പം തന്നെ എല്ലാ കമ്പനികൾക്കും സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരാളെയെങ്കിലും ഏറ്റവും മിനിമം ആവശ്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സോഷ്യൽ മീഡിയ മാനേജർ എന്ന് പറയുന്ന സർവീസിൻ്റെ ആവശ്യകത കുതിച്ചു വരികയാണ്. ഒരുപാട് ആളുകൾ ഈ സെഗ്മെൻറ്റിൽ ഉണ്ടെങ്കിൽ പോലും ഇതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വരുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ ശരിക്കും പഠിച്ചെടുക്കുക. ഇതിൻ്റെ പുതിയ സാങ്കേതിക വിദ്യകളടക്കം ഈ പ്ലാറ്റ്ഫോമുകളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളടക്കം പഠിച്ചെടുക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു നല്ല സോഷ്യൽ മീഡിയ മാനേജർ ആവാൻ സാധിക്കും. ആറാമത്തേത് ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടൻ്റാണ്. കാരണം പൈസയൊക്കെ പലതരത്തിൽ, ഇപ്പോൾ പണ്ടത്തെ ഒരു കാലമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ആളുകളെല്ലാം വലിയ ദാരിദ്ര്യത്തിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കൊറോണയൊക്കെ ഉണ്ടെങ്കിൽ പോലും പണ്ടത്തെ കാര്യങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഇൻകം ഉണ്ടാക്കാനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ട്. പല ആളുകൾക്കും സേവ് ചെയ്യണമെന്നുള്ളൊരു മെൻറ്റാലിറ്റി ഉണ്ട്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മളുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊന്നും എങ്ങനെയാണ് ഫൈനാൻസ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുന്നില്ല. സ്കൂളിലൊക്കെ വളരെ കുറവാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെ സേവ് ചെയ്യണം, എങ്ങനെ ഒരു പണക്കാരനാകണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പുണ്ട്. ഇങ്ങനെയാണ് ഗ്യാപ്പ് ഉണ്ടാകുന്നത്. സ്കൂളിലൊന്നും പഠിപ്പിക്കാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് അറിവില്ലായ്മ ഉണ്ടാകുന്നു. ഈ അറിവില്ലായ്മയെ അഡ്രസ്സ് ചെയ്യാൻ ആൾക്കാർ ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെയാണ് ഫൈനാൻഷ്യൽ കൺസൾട്ടൻസിൻ്റെ ആവശ്യം. പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈ LIC ഏജൻറ്റ്സ്, പോസ്റ്റ് ഓഫീസിലെ ഏജൻറ്റുമാർ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ സ്വന്തമായി അപ്ഗ്രേഡ് ചെയ്യണം. ഏജൻറ്റ് എന്ന് പറയുന്ന ഒരു പൊസിഷനിൽ നിൽക്കുന്നതിന് പകരം ദേ ഷുഡ് ബി കൺസൾട്ടൻസ്. നിങ്ങൾ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്യണം. അതായത് എല്ലാ തരത്തിലുള്ള ഫൈനാൻഷ്യൽ സൊല്യൂഷൻസിൻ്റെയും അവസാന വാക്കായിട്ട് മാറാൻ സാധിക്കണം. എന്തൊരു ഓപ്പർച്യൂണിറ്റിയാണത്. കാരണം ഇപ്പം ഞാൻ ഇൻഷുറൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സർട്ടൻ എമൗണ്ട് ആയിരിക്കും, മ്യൂച്വൽ ഫണ്ടിൽ കുറച്ച് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ഓഹരികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ബാങ്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ചെറിയ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിനൊക്കെ സൊല്യൂഷൻ ഒരൊറ്റ സ്ഥലത്ത് നിന്ന് കിട്ടുകയാണെങ്കിൽ പിന്നെ എനിക്ക് വേറൊരാളുടെ ആവശ്യമില്ലല്ലോ. പക്ഷേ ഇന്ന് വളരെ കുറവാണ് അങ്ങനെ ഉപദേശം കിട്ടുന്ന ഒരു സംവിധാനം. ഇൻഷുറൻസ് ഏജൻറ്റുമാരുണ്ട്, ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കാര്യമാണെങ്കിൽ അതിന് മ്യൂച്വൽ ഫണ്ടിന് വേറെ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ബിസിനസ് കൺസൾട്ടൻസായിട്ട് വേറെ ആൾക്കാരുണ്ട്. സോ ഇതൊരു സ്കാറ്റേഡായിട്ട് കിടക്കുന്ന ഒരു എറീനയാണ്. നിങ്ങളിതിനെ ഒരുമിച്ച് കൊണ്ടുവന്ന് നിങ്ങളൊരു ഒത്തൻറ്റിക് ആയിട്ടുള്ളൊരു പേഴ്സണായി മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റീസ് അൺലിമിറ്റഡ് ആണെന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. അടുത്തത് ഒരു ക്രിയേറ്റീവ് പരിപാടിയാണ് ഈ ഏഴാമത്തെ സർവീസ് ബിസിനസ് എന്ന് പറയുന്നത്. ഇതൊരു വാൾ ആർട്ടിസ്റ്റിൻ്റെയാണ്. വാൾ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വാൾസിലൊക്കെ ഇപ്പോൾ പഴയ ഒരു പണ്ട് കാലത്ത് നമ്മുടെ TP ബാലഗോപാലൻ MA സിനിമ വന്ന സമയത്ത് നമുക്കറിയാം, നമ്മുടെ മോഹൻലാൽ ഒരു വാൾപേപ്പറൊക്കെ ഒട്ടിച്ചിട്ട് അതിൽ ആ രംഗം ആർക്കും മറക്കാൻ പറ്റത്തില്ല. ആ കാലഘട്ടത്തിൽ വാൾപേപ്പർ അത്യാവശ്യം പ്രചാരത്തിലുണ്ടായിരുന്നു. പിന്നെ ആ വാൾപേപ്പറിൻ്റെ ഒരു കോൺസെപ്റ്റ് അങ്ങോട്ട് പോയി. വീണ്ടും ഇപ്പോൾ വാൾപേപ്പറൊക്കെ തിരിച്ചു വന്നിട്ടുണ്ട്. വാൾപേപ്പർ, വാൾ ആർട്ട് ഇതൊക്കെ തിരിച്ചു വന്നിരിക്കുന്നു. വാൾ ഡൂഡിൽസ്, കഫേസൊക്കെ കണ്ടിട്ടില്ല, ഒരുപാട് ഡൂഡിൽസൊക്കെ ആയിട്ട് വീടുകളിൽ ആൾക്കാർ ഡൂഡിൽസ് ചെയ്ത് തുടങ്ങി, വാൾ ആർട്ട് ചെയ്ത് തുടങ്ങി. മാത്രമല്ല കൂടുതൽ ഇതൊന്ന് പ്രഷറൈസ് ചെയ്താൽ, പോപ്പുലറൈസ് ചെയ്താൽ വലിയ സാധ്യതകൾ ഇതിനകത്തുണ്ട്. ഏഷ്യൻ പെയിൻറ്റ്സ്, ബർഗറാടൊക്കെ എല്ലാ പെയിൻറ്റുകളും അവരുടെ വാൾ ടെംപ്ലേറ്റുകൾ, ആർട്ടുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്തും ഇൻഡസ്ട്രി അതിശക്തമായി വലുതായിക്കൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഓർഗനൈസ്ഡ് ആയിട്ട് ഒരു വാൾ ആർട്ട് കമ്പനി ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ, സർവീസ് ബിൽഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ദർസ് എ ഹ്യൂജ് സ്കോപ്പ്. അപ്പോൾ നിങ്ങളൊരു ക്രിയേറ്റീവ് ആർട്ടിസ്റ്റ് ആണെങ്കിൽ എന്തുകൊണ്ട് വാൾ ആർട്ട് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തുകൂടാ. എട്ടാമത്തെ
പ്രൈവറ്റ് ട്യൂഷൻസാണ്. ട്യൂഷൻ സെൻറ്ററുകൾ നമ്പർ ഓഫ് ട്യൂഷൻ എനിക്കൊന്നും എല്ലാ ബസ് സ്റ്റോപ്പിലും ഉണ്ട് അല്ലേ. പക്ഷേ ഈ കോവിഡ് വന്നതിന് ശേഷം അത് പലരും ഓൺലൈനാക്കി മാറ്റിയപ്പോൾ മറ്റൊരു പ്രശ്നം ആളുകൾ നേരിട്ടു. കാരണം എന്താ വെച്ചാൽ ഇത് വളരെ മെക്കനൈസ്ഡ് ആയിട്ടുള്ളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ലേണിംഗ് പ്രൊസീജിയറായിട്ട് മാറി ഈ ലേണിംഗ് ഒക്കെ. അപ്പോൾ അവിടെ ഒരു പേഴ്സണൽ ടച്ചിൻ്റെ ആവശ്യമുണ്ട്. സ്കൂളുകളിൽ പോകുന്നില്ല കുട്ടികൾ. അങ്ങനെ വരുമ്പോൾ അവർക്കൊരു ഫോക്കസ് ഇല്ലായ്മ വരുന്നുണ്ട്. ഒരാളുടെ ഒരു പ്രഷറോ അല്ലെങ്കിൽ ഒരാളുടെ പ്രത്യേക ശ്രദ്ധയോ പരിഗണനയോ ഒക്കെ കിട്ടാതെ വരുന്നുണ്ട്. ചിലപ്പോൾ പാരൻസ്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ പാരൻസൊക്കെ രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഒരു പ്രത്യേക ശ്രദ്ധ കിട്ടാതെ പോകുന്നുണ്ട്. ഇതിനൊറ്റ സൊല്യൂഷൻ പ്രൈവറ്റ് ട്യൂഷൻസാണ്. നമ്മൾ ഗൾഫ് നാടുകളിലൊക്കെ നോക്കിയാൽ അറിയാം, ഈ അറബി കുട്ടികൾക്കൊക്കെ മിക്കവാറും അവർ പ്രൈവറ്റ് ട്യൂഷൻസ് ഏർപ്പെടുത്തും. കാരണം അവർക്ക് മറ്റുള്ള സമയമോ കാര്യങ്ങളൊന്നുമില്ല, പൈസയ്ക്ക് വലിയ പ്രശ്നവുമില്ല, അത്യാവശ്യം നന്നായിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. ശരിക്കും നല്ലൊരു പ്രൈവറ്റ് ട്യൂട്ടർക്ക് നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും, അവർലി ബേസിൽ വരുമാനം ഉണ്ടാക്കാം. മാത്രമല്ല ഈ പ്രൈവറ്റ് ട്യൂട്ടേഴ്സിനെ വെച്ചുകൊണ്ട് വേണമെങ്കിൽ ഒരു സ്ഥാപനവും റൺ ചെയ്യാം. കാരണം മാർക്കറ്റിംഗ് അവർക്കൊരു ബുദ്ധിമുട്ടുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ സ്ഥാപനം മാർക്കറ്റ് ചെയ്യുകയും ഇവർക്ക് വർക്കുകൾ ക്യാൻവാസ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ 15, എനിക്ക് പേഴ്സണലി അറിയാവുന്ന സ്ഥാപനങ്ങളുണ്ട്, 15, 20 നല്ല ക്വാളിറ്റി ട്യൂട്ടേഴ്സിനെ വെച്ചുകൊണ്ട് നല്ല ഫീസ് ഈടാക്കിക്കൊണ്ട് പേഴ്സണൽ ട്യൂട്ടറിങ് നടത്തുന്ന സ്ഥാപനങ്ങൾ. തീർച്ചയായിട്ടും അതും കേരളത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻ്റാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. 9ാമത്തെ ഫാഷൻ കൺസൾട്ടൻ്റാണ്. ഈ ഫാഷൻ കൺസൾട്ടിങ് എന്നൊക്കെ പറയുമ്പോൾ ഈ സെലിബ്രിറ്റീസിന് വേണ്ടി മാത്രമായിട്ടുള്ള സംഭവമാണ് എന്നുള്ളൊരു തോന്നൽ പലപ്പോഴും ഉണ്ടാവും. അങ്ങനെയല്ല, ഫാഷൻ ഇപ്പോൾ വളരെ പോപ്പുലറായില്ലേ. നമ്മുടെ റിലയൻസ് ട്രെൻഡ്സ് അതുപോലെ മാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ട് അവർ വളരെ ഫാഷനബിൾ ആയിട്ടുള്ള ഐറ്റംസൊക്കെ വളരെ ഇക്കണോമിക്കലായിട്ടുള്ള രീതിയിൽ നമ്മുടെ അടുത്തേക്ക് പരിചയപ്പെടുത്തി. അപ്പോൾ അതോടുകൂടി എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫാഷനബിളായി. ഇപ്പം സാധാരണ ഈ ഫാമിലി കൗണ്ടേഴ്സിൽ നിന്നൊക്കെ വാങ്ങിയിരുന്ന ആൾക്കാർ പോലും ഇത്തരത്തിലുള്ള കുറച്ച് ഫാഷനബിൾ ആയിട്ടുള്ള ഐറ്റംസ് അവരുടെ കുട്ടികൾക്കാണെങ്കിലും ഭാര്യയ്ക്കാണെങ്കിലും ഒക്കെ മേടിക്കാനായിട്ട് ഇപ്പോൾ മാക്സിലേക്കോ ട്രെൻഡ്സിലേക്കോ ഒക്കെ പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. അതായത് ന്യൂ ജനറേഷൻ റീറ്റെയിലിങ്ങിലേക്കൊക്കെ പോയി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാവരും ഫാഷനബിൾ അവൻ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്ക് ദൈവം തന്നിട്ടുള്ളൊരു ഫിഗർ ഉണ്ടല്ലോ, ഒരു രൂപം ഉണ്ടല്ലോ, ആ രൂപത്തിനെ ഏറ്റവും ഭംഗിയായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ എല്ലാവർക്കും പറ്റിയെന്ന് വരില്ല. എന്താണ് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള അവസ്ഥ, ഏറ്റവും നല്ല ഹെയർ സ്റ്റൈൽ എന്താണ്, ഏറ്റവും നല്ല എനിക്ക് യോജിക്കുന്ന കളർ എന്താണ്, എനിക്ക് ഏറ്റവും യോജിക്കുന്ന പാറ്റേൺ എന്താണ്, ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് പല ആൾക്കാരും ആ ഒരു പെർഫെക്ഷൻ ഇല്ലാണ്ട് പോണേ. എന്തുകൊണ്ട് അത് ജനകീയമാക്കിക്കൂടാ? എല്ലാ ആളുകളിലേക്കും എത്തിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഫാഷൻ കൺസൾട്ടിങ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിനെ പോപ്പുലറൈസ് ചെയ്യണം. ഇതിനെ ഈ പറഞ്ഞ പോലെ മണിമേടകളിൽ മാത്രം ഒതുക്കി നിർത്താതെ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ജനകീയനായ ഒരു ഫാഷൻ കൺസൾട്ടൻ്റായിട്ട് മാറാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. സോ ഫാഷൻ കൺസൾട്ടിങ് ഒരു ഇവോൾവിംഗ് ആയിട്ടുള്ള മേഖലയാണ്. ആൻഡ് ഫൈനലി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു മേഖല, എനിക്ക് നല്ല എക്സ്പോഷറുള്ള മേഖല കൂടിയാണ്, ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ എന്ന് പറയുന്ന ഫീൽഡാണ്. പല ആൾക്കാർക്കും സംശയം തോന്നാം ഈ വാക്ക് കേൾക്കുമ്പോൾ, എന്താണ് ഈ ഇൻസ്ട്രക്ഷണൽ ഡിസൈനർ? നിങ്ങൾ പലപ്പോഴും എന്തെങ്കിലും ഒരു സാധനമൊക്കെ മേടിക്കുന്ന സമയത്ത്, എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഗാഡ്ജറ്റൊക്കെ മേടിക്കുന്ന സമയത്ത് അതിനകത്തൊരു മാനുവൽ, ഒരു യൂസേഴ്സ് മാനുവലൊക്കെ കാണാം. ഈ യൂസേഴ്സ് മാനുവൽ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടായിരിക്കും. ആദ്യം ഇത് തുറക്കുക, പിന്നീട് ഇത് അടയ്ക്കുക, ഇത് സ്ക്രൂ ടൈറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്ന പോലെ, ബാറ്ററി ഇടുക എന്നൊക്കെ പറയുന്ന പോലെ പല പല സ്റ്റെപ്പുകളായിട്ട് പിക്ചേഴ്സിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ഇത് ശരിക്കും ചെയ്യുന്നത് കണ്ടൻറ് റൈറ്റേഴ്സ് അല്ല. കോണ്ടൻറ് റൈറ്റേഴ്സ് ഈ കോണ്ടൻറ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിനെ ഓർഡറിലാക്കുകയും സ്ട്രക്ചർ ചെയ്യുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. ഇത്തരം ആളുകളെയാണ് ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ് എന്ന് പറയുന്നത്. അത് ഈ ഹെൽപ്പ് മാനുവൽസ് മാത്രമല്ല കേട്ടോ. ഇപ്പോൾ ബൈജൂസൊക്കെ പോലുള്ള ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ വലുതായപ്പോൾ ഒരുപാട് ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ ഇപ്പോൾ വന്നല്ലോ. ഈ ലേണിംഗ് പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഈ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് ഒരു ഓർഡറിൽ പോകേണ്ടത്, അതിൻ്റെ പാറ്റേൺ സെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഇൻസ്ട്രക്ഷണൽ ഡിസൈനേഴ്സ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇൻസ്ട്രക്ഷണൽ ഡിസൈനിങ്ങിൽ കോഴ്സസ് വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ സ്വന്തമായിട്ട് പഠിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഒരു കോണ്ടൻറ് റൈറ്ററായിട്ടൊരു ഓർഗനൈസേഷനിൽ കയറിയതിന് ശേഷം നമ്മൾ ഇൻസ്ട്രക്ഷണൽ ഡിസൈനിങ്ങിൽ ഒരു എക്സ്പോഷർ കിട്ടേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് നന്നായി വരയ്ക്കാൻ അറിയുന്നവർക്ക്, നന്നായി കണ്ടൻറ്റ് ഓർഗനൈസ് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ വലിയ സ്കോപ്പുണ്ട്. അപ്പോൾ ലാംഗ്വേജിൽ അത്യാവശ്യം പിടി നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, കോണ്ടൻറ്റ് ഡിസൈനർ അല്ലെങ്കിൽ കോണ്ടൻറ് റൈറ്ററേക്കാളും ഒക്കെ അടുത്ത ലെവലിൽ ഒരു പക്ഷേ എക്സ്പോഷറും സാധ്യതകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഇൻസ്ട്രക്ഷണൽ ഡിസൈനിങ്. അപ്പോൾ ആസ് എ ഫ്രീലാൻസർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്റ്റാഫായിട്ട് വർക്കൗട്ട് ചെയ്യാം. ഒപ്പം ഇതൊരു വലിയ ഇൻഡസ്ട്രി കൂടിയാണ്. അപ്പോൾ വലിയ വലിയ കമ്പനികൾക്ക് ഇൻസ്ട്രക്ഷണൽ ഡിസൈൻ കൊടുക്കുന്ന ഒരു കമ്പനിയായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫോം ചെയ്യുകയും ചെയ്യാം. ബിഗ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ മാർക്കറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റാണ്. സർവീസ് ആയതുകൊണ്ടുള്ളൊരു മെച്ചം
പേഴ്സണലായിട്ട് 1-to-1 ആയിട്ടുള്ള മാർക്കറ്റിംഗ് പോസിബിളാണ്. ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ള മാർക്കറ്റിങ്ങിന് സാധ്യതയുണ്ട്. മാർക്കറ്റിങ്ങിന് വലിയ ഒരു എക്സ്പെൻസ് വേണമെന്നില്ല. ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ സാധ്യത കൂടുതലാണ്. ഒപ്പം തന്നെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പാരിറ്റീവ്ലി വളരെ കുറവുമാണ്. തീർച്ചയായിട്ടും ഇത് കേൾക്കുന്ന ആളുകളുണ്ടെങ്കിൽ, ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആവശ്യമുണ്ടെങ്കിൽ, അല്ല ഇനിയിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ബിസിനസ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ, മൈക്രോ ബിസിനസ് പ്ലാൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ ഉണ്ട് ബ്രഹ്മയിൽ. അപ്പോൾ അങ്ങനെ ഒരു മൈക്രോ ബിസിനസ് പ്ലാനാണ് ആവശ്യമെങ്കിൽ നിങ്ങൾ ചെറിയൊരു ചിലവിൽ ഒരു ക്ലിയർ കട്ടായിട്ടുള്ളൊരു പ്ലാൻ അടക്കം നിങ്ങൾക്കുണ്ടാക്കി തരാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ 10 സാധ്യതകൾ ഉപയോഗപ്പെടുത്തുക. ഓൾ ദി ബെസ്റ്റ്.